ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ക്വിസാണ്. അപ്പോൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ഫുട്ബോളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക കേട്ടോ. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യനുമുണ്ട്, അതിൻ്റെ ഉത്തരവും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സമയം കളയാതെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫുട്ബോളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫുട്ബോളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പെലെ. ഫുട്ബോളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെലെയാണ്. 17-ാം വയസ്സിൽ ആദ്യമായി ലോകകപ്പിൽ തിളങ്ങിയ വ്യക്തിയാണ് പെലെ. അപ്പോൾ ഫുട്ബോളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് പെലെയാണ്. അടുത്ത ചോദ്യം: ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡിന് ഉടമ ആരാണ്? ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡിന് ഉടമ ആരാണ്? ഉത്തരം ലയണൽ മെസ്സിയാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡിന് ഉടമയാരാണ്? ലയണൽ മെസ്സി. അടുത്ത ചോദ്യം: 1986-ൽ അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ഇതിഹാസ താരം ആരാണ്? 1986-ൽ അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ഇതിഹാസ താരം ആരാണ്? ഉത്തരം വരുന്നത് മറഡോണ. അപ്പോൾ 1986-ൽ അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ഇതിഹാസ താരമാണ് മറഡോണ. അടുത്ത ചോദ്യം ഇതാണ്: ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം ആരാണ്? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം ആരാണ്? ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകകപ്പ് ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണ്? ലോകകപ്പ് ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണ്? ഉത്തരം വരുന്നത് കൈലിയൻ എംബാപ്പെ. അപ്പോൾ ലോകകപ്പ് ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് കൈലിയൻ എംബാപ്പെ. അടുത്ത ചോദ്യം: ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണ കിരീടം ചൂടിയ ഒരേ ഒരു ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണ കിരീടം ചൂടിയ ഒരേ ഒരു ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? ഉത്തരം പെലെയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണ കിരീടം ചൂടിയ ഒരേ ഒരു ഫുട്ബോൾ കളിക്കാരൻ പെലെയാണ്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 1958, 1962, 1970. അടുത്ത ചോദ്യം: ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ ആരാണ്? ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ ആരാണ്? ഉത്തരം വരുന്നത് ലയണൽ മെസ്സിയാണ്. ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് ലയണൽ മെസ്സി. അപ്പോൾ ലയണൽ മെസ്സി ആരാധകനാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എത്ര ലോകകപ്പ് ഗോളുകളാണ് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ഇതുവരെ നേടിയത്? എത്ര ലോകകപ്പ് ഗോളുകളാണ് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ഇതുവരെ നേടിയത്? ഉത്തരം 20 ലോകകപ്പ് ഗോളുകൾ. അപ്പോൾ 20 ലോകകപ്പ് ഗോളുകളാണ് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ഇതുവരെ നേടിയത്. ഓക്കെ, 9ാമത്തെ ചോദ്യം ഇതാണ്: ഒരൊറ്റ ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാണ്? ഒരൊറ്റ ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാണ്? ഉത്തരം വരുന്നത് ജസ്റ്റ് ഫോണ്ടെയിൻ. ഫ്രാൻസിലെ ജസ്റ്റ് ഫോണ്ടെയിൻ ആണ് ഒരൊറ്റ ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം.
അപ്പോൾ 1958 ലോകകപ്പിലാണ് അദ്ദേഹം 13 ഗോളുകൾ നേടിയത്. 1958 നടന്ന ലോകകപ്പിൽ അദ്ദേഹം 13 ഗോളുകൾ നേടി. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാണ്? ലോകകപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാണ്? ഉത്തരം വരുന്നത് റോജർ മില്ല. ലോകകപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് റോജർ മില്ല. 1994 ലോകകപ്പിൽ റഷ്യക്കെതിരെ ഗോൾ നേടുമ്പോൾ അദ്ദേഹത്തിന് 42 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ ലോകകപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് റോജർ മില്ല. അടുത്ത ചോദ്യം ഇതാണ്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ ആരുടെ പേരിലാണ്? ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ ആരുടെ പേരിലാണ്? ഉത്തരം വരുന്നത് ഹക്കാൻ സുക്കൂർ. തുർക്കിയുടെ ഹക്കാൻ സുക്കൂറിൻ്റെ പേരിലാണ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ ഉള്ളത്. അപ്പോൾ 2002 ലോകകപ്പിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ കളി തുടങ്ങി വെറും 11ാം സെക്കൻഡിലാണ് അദ്ദേഹം ഗോൾ നേടിയത്. അപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ ആരുടെ പേരിലാണ്? ഹക്കാൻ സുക്കൂർ. മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ 5 വ്യത്യസ്ത ടൂർണമെൻറ്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം ആരാണ്? ലോകകപ്പ് ചരിത്രത്തിൽ 5 വ്യത്യസ്ത ടൂർണമെൻറ്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം ആരാണ്? ഉത്തരം വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ നിങ്ങളൊരു റൊണാൾഡോ ഫാൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കമൻറ്റ് ബോക്സിൽ റൊണാൾഡോ എന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ 2006 മുതൽ തുടർച്ചയായ 5 ലോകകപ്പുകളിൽ ഗോൾ നേടി റൊണാൾഡോയാണ് ഈ ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയത്. അപ്പോൾ ലോകകപ്പ് ചരിത്രത്തിൽ 5 വ്യത്യസ്ത ടൂർണമെൻറ്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 13ാമത്തെ ചോദ്യം ഇതാണ്. 1986 ഇംഗ്ലണ്ടിനെതിരെ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ നേടിയ ഇതിഹാസ താരം ആരാണ്? 1986 ഇംഗ്ലണ്ടിനെതിരെ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ നേടിയ ഇതിഹാസ താരം ആരാണ്? ഉത്തരം മറഡോണയാണ്. 1986 ഇംഗ്ലണ്ടിനെതിരെ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ നേടിയ ഇതിഹാസ താരമാണ് മറഡോണ. 1986 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ കൈകൊണ്ട് പന്ത് തട്ടിയിട്ടാണ് മറഡോണ ഈ വിവാദ ഗോൾ നേടിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ 2 വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടി ഫൈനലിൽ കളിച്ച ഏക താരം ആരാണ്? ലോകകപ്പ് ചരിത്രത്തിൽ 2 വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടി ഫൈനലിൽ കളിച്ച ഇതിഹാസം താരം ആരാണ്? ഉത്തരം ലൂയിസ് മോണ്ടി. ഇദ്ദേഹം 1930 അർജന്റീനയ്ക്ക് വേണ്ടിയും 34 ഇറ്റലിക്ക് വേണ്ടിയും ലോകകപ്പ് ഫൈനലിൽ കളിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ 2 വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടി ഫൈനലിൽ കളിച്ച ഏക താരമാണ് ലൂയിസ് മോണ്ടി. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ക്യാപ്റ്റനായി ഇറങ്ങിയ താരം ആരാണ്? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ക്യാപ്റ്റനായി ഇറങ്ങിയ താരം ആരാണ്? ഉത്തരം വരുന്നത് ലയണൽ മെസ്സി. 20ലധികം മത്സരങ്ങളിലാണ് അദ്ദേഹം ക്യാപ്റ്റനായി ഇറങ്ങിയത്. ആരാണ്? ലയണൽ മെസ്സിയാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ക്യാപ്റ്റനായി ഇറങ്ങിയ താരം. അപ്പോൾ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യനാണ് ഇനിയുള്ളത്. ചോദ്യം ഇതാണ്. ഫുട്ബോളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫുട്ബോളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവരും എന്ത് ചെയ്യുക? ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ നിങ്ങൾ ആരുടെ ഫാനാണ് എന്നും ഈ വർഷത്തെ ലോകകപ്പ് ആര് നേടും എന്നുള്ളതും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം വിജയം ആരുടെ കയ്യിലാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ റിസൾട്ടിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.